ഊരിൽ നിന്നും അരങ്ങിലേക്കെത്തിയ പണിയ നൃത്തമുണ്ട ചുരമിറങ്ങിയെത്തിയ കലാരൂപത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അധികം ആർക്കും അറിയാത്ത ഗോത്രവിഭാഗത്തിൻ്റെ പണിയ നൃത്തം കൂടെ ഒന്ന് കണ്ടുവരാം. ചേട്ടാ, നിങ്ങൾക്ക് പണിയ നൃത്തം കാണണം? എന്താണ് പണിയ നൃത്തം? ആ കലാരൂപത്തെ നെഞ്ചോട് ചേർത്തവർക്ക് മാത്രമേ വളരെ മനോഹരമായി പറയാൻ സാധിക്കുകയുള്ളൂ. വയനാട് മാനന്തവാടിയിലെ ഒരു കുഞ്ഞാശാൻ എന്നോടൊപ്പമുണ്ട്. ഉണ്ണിയാണ്. എന്തായാലും ഈ ഒരു കലാരൂപം എങ്ങനെയാണ് നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്നത്? അതായത് നമ്മുടെ പണിയ നൃത്തം എന്ന് വെച്ചാൽ ഈ കമ്പളനാട്ടി വട്ടക്കളി എന്ന രൂപത്തിലാണുള്ളത്. അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ള കലകളാണ്. അതായത് കമ്പളനാട്ടി ഞാറ് നടുക, കമ്പളം എന്ന് പറഞ്ഞാൽ ഞാറ്, നാട്ടി എന്ന് പറഞ്ഞാൽ നടുക എന്നതിനാണ്. വട്ടക്കളി ഞങ്ങൾ ഊരുകളിൽ, അതായത് വീടുകളിൽ കളിക്കുന്നതാണ് വട്ടക്കളി. വട്ടക്കളിക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, കോരിക്കളി എന്ന് ഞങ്ങൾ പറയാറുണ്ട്. അത് ഞങ്ങളുടെ അതായത് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങിൻ്റെ ദിവസങ്ങളിലും അതുപോലെ തന്നെ മരിച്ച ചടങ്ങിനും അതുപോലെ തന്നെ കല്യാണ പരിപാടിക്കും അതുപോലെ തന്നെ കാവിൽ, അതായത് ദൈവത്തിൻ്റെ പരിപാടിക്കാണെങ്കിലും എല്ലാത്തിനും ഞങ്ങൾ വട്ടക്കളി ഏറ്റവും കൂടുതലും കളിക്കുന്നത് നമ്മൾ വട്ടക്കളി ആണ്. അതിനായിട്ട് ഞങ്ങളുടെ തനത് വാദ്യോപകരണങ്ങളാണ് തുടി, അതുപോലെ തന്നെ ചീന, അതുപോലെ തന്നെ മണി. ഇതെല്ലാം ഞങ്ങളുടെ ആ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നൊരു സംഭവമാണ്. കോട്ടയത്തെത്തി സ്കൂളിലെ വിദ്യാർത്ഥികളെയൊക്കെ ഈ ഒരു കലാരൂപം പഠിപ്പിച്ചു. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് നന്നായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുമോ? ഇത് ഒരിക്കലും നമുക്ക് ആ പണിയ നൃത്തം എന്ന് പറയുന്നത് ആ ഒരു അവരുടെ കളികൾ, അവർ ആ വഴക്കം നമ്മുടെ ആ ഒരു ഇതിനകത്തേക്ക് കിട്ടണമെങ്കിൽ, നമ്മളെ തനിമയിലേക്ക് വരണമെങ്കിൽ അവരുടെ ചുവടുകൾ, കാലുകൾക്ക് അതിനായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ ഒരു കാലുകൾക്കാണെങ്കിലും കൈകൾക്കാണെങ്കിലും അവരുടെ ആദ്യം ഞാൻ അവിടെ പോയ ടൈമിന് എനിക്ക് ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ കുറേ ഇഷ്ടം പോലെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നും എല്ലാവരെയും നോക്കി കൂടുതലും ഞാൻ നോക്കുന്നത് കാലുകളാണ്. അവരുടെ കാലുകളിൽ ചുവട് എങ്ങനെ പോകുന്നു, ആ ചുവടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നും പിള്ളേരെ സെലക്ട് ചെയ്തു. അതിനകത്ത് 3-4 പിള്ളേർക്ക് അത്ര ആ ഒരു ഇതിനകത്ത് വന്നില്ലായിരുന്നു. പക്ഷേ പിന്നീട് ആദ്യം കളിച്ച പിള്ളേരെക്കാളും മെച്ചപ്പെട്ട രീതിയിലായിരുന്നു ആ ഒരു 3 പിള്ളേർ. അപ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അതായത് പിള്ളേർ ഉറപ്പായിട്ടും ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരുമെന്ന് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ അങ്ങ് നടത്തുന്നു. എത്ര ടീം അംഗങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്? ഞാൻ ടോട്ടൽ 5 ടീം അംഗങ്ങളാണ്. അതായത് 2 ഹയർ സെക്കൻഡറി, 3 ഹൈസ്കൂൾ, മലപ്പുറം ജില്ല, അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, ഈ ജില്ലകളിലെല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 ടീമുകളെ എനിക്ക് ഇവിടെ ഞാൻ സ്റ്റേറ്റ് വരെ ഈ ഒരു ലെവലിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം ഞങ്ങളുടെ ഈ ഒരു കലയെ ഞങ്ങൾ വീടുകളിൽ അതുപോലെ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നതാണ്. എപ്പോഴും ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഒരു ലെവലിലോട്ട് ആണ്. ഇപ്പോൾ ഈ ഒരു ഇടയിൽ പോലും ഞങ്ങൾക്കൊരു ഇതൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു മുകളിലോട്ട് ഒരു ചവിട്ടുപടി ആയിട്ടൊരു ഇതാണ് ഞങ്ങൾക്ക് ഈ ഒരു കലോത്സവ വേദിയിലേക്ക് ഞങ്ങളുടെ ഈ ഒരു നൃത്തരൂപം ഞങ്ങളുടെ തനിമയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായും ഒരു പുത്തൻ ഉണർവിൻ്റെ കാലഘട്ടം കൂടെയാണ്. കലയിലൂടെ അവർ വീണ്ടും പടവുകൾ കയറുകയാണ്. നമുക്ക് ഇനിയും വരും ദിവസങ്ങളിലും ഇനി വേദികളിൽ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കാണാം. ബിജു പരവൂരിനൊപ്പം എം മനോജ്, ജനം.